എനിക്ക് പെടലി തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഒന്ന് തിരിച്ചേ, നല്ല വൃത്തി തിരിച്ചേ. ബാക്കി നിൽക്കുന്ന ആളെ നല്ലതായിട്ട് കാണാൻ പറ്റത്തില്ല ഇപ്പം, ഇല്ലയോ? ഭയങ്കര സന്തോഷം, എന്താ പറയണ്ടേന്ന് അറിയട്ടെ കേട്ടോ. 9 വർഷമായിട്ട് കിടപ്പായിരുന്നു. 9 വർഷമായിട്ട് കിടപ്പായിരുന്നു. നല്ല മാറ്റമുണ്ട് കേട്ടോ, നല്ല മാറ്റമുണ്ട്. ഞാൻ പിടിക്കാതെ ഒരു സ്റ്റോക്ക് വന്ന് ഒരു സൈഡ് ഫുള്ള് തളർന്നു പോയ ആളാണ് ഈ നടന്നു വരുന്നത്. മാത്രമല്ല അദ്ദേഹം സംസാരം നഷ്ടപ്പെട്ടതാണ്, അതും കറക്റ്റായി. കാഴ്ചയ്ക്കും പ്രശ്നമുണ്ടായി. ഇതെല്ലാം റെഡി. ഇവിടെ 4 നേരത്തെ ഫുഡ് ഫ്രീ ആയിട്ടാണ്, അതുപോലെ റൂമും ഫ്രീ ആയിട്ടാണ്. ഇതൊന്ന് കാണേണ്ട സംഭവം തന്നെയാണ്. ഇപ്പോഴുള്ളൊന്ന് കാണിക്കാം, ഒന്ന് കാണിച്ചു ചേച്ചി. ഇത് കണ്ടോ, മാറി 2 പ്രാവശ്യം വന്നുള്ളൂ. 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളൂ ഇത്രയും മാറാൻ വേണ്ടി. വെരിക്കോസിന് നല്ല പരിഹാരമുണ്ട് ഇവിടെ. നമസ്കാരം. നമ്മളിപ്പോ ചങ്ങനാശ്ശേരിയാണ് വന്നത്. ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ മുട്ടുവേദന, പെടലി വേദന, നടുവേദന ഇതൊക്കെ പെട്ടെന്ന് തന്നെ മാറും. പെട്ടെന്ന് മാറും. അതിനും അപ്പുറം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറഞ്ഞാൽ വെരിക്കോസ്. ഇനി എത്ര വലിയ വെരിക്കോസ് ആണെങ്കിലും 1, 2, 3 പ്രാവശ്യം വന്നാൽ തന്നെ മാറും. അത് രോഗികൾ പറയുന്ന അനുഭവം നമുക്കറിയാം. അതിനും അപ്പുറം ഇവിടെ 4 നേരത്തെ ഫുഡ് ഫ്രീ ആയിട്ടാണ്, അതുപോലെ റൂമും ഫ്രീ ആയിട്ടാണ്. ഇതിന്റെ വിശേഷങ്ങളൊക്കെ നേരിട്ട് കാണാം. ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ മൊത്തം കണ്ടാൽ മനസ്സിലാവും. രാവിലെ തന്നെ തിരക്കാണ്. ഡോക്ടറെ കാണാം. ഡോക്ടർ നമസ്കാരം. പേര്? സാജിദ. എന്താണ് ഡോക്ടർ ഇവിടെ കൂടുതൽ ചികിത്സിക്കുന്നത്? നമ്മൾ കൂടുതലും മർമ്മ ചികിത്സ ഇവിടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വേണ്ട പേഷ്യൻസിന് നമ്മൾ ഏത് ഓരോ ഡിസീസിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നമ്മളിവിടെ കൊടുക്കുന്നത്. വെരിക്കോസിന് നല്ലതായിട്ടുള്ള ചികിത്സ, വെരിക്കോസിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ചികിത്സയും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ പലരും പറയാറുണ്ട് ഇവിടെ വരുമ്പം ഈ മുട്ടുവേദനയായാലും പെടലുവേദനയായാലും നടുവേദനയായാലും വന്നാൽ പെട്ടെന്ന് തന്നെ മാറ്റുന്നുണ്ടെന്ന്. 100% നമുക്ക് റിസൾട്ട് കിട്ടാറുണ്ട് എല്ലാ ട്രീറ്റ്മെന്റിനും. പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ കൈ പൊങ്ങാതെ വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് തന്നെ സാർ പിടിച്ചിടുമ്പോൾ ആ ഒരു ട്രീറ്റ്മെന്റിന് നല്ല ഇത് അപ്പം തന്നെ അവർ പൊക്കി നല്ല സന്തോഷമായിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. കാണാം. ഡോക്ടർ, ഇദ്ദേഹത്തിന് എന്തായിരുന്നു പ്രശ്നം? വെരിക്കോസ് അൾസർ ആയിരുന്നു. കുറെ ഹോസ്പിറ്റലുകളിലൊക്കെ പോയി കുറെ ട്രീറ്റ്മെന്റ് ചെയ്തു, എന്നിട്ടൊന്നും മാറിയില്ല. നല്ല പഴുപ്പൊക്കെ വരുന്ന അവസ്ഥയിലായിരുന്നു ഇവിടെ വന്നത്. ഇപ്പം കുറെ മാറ്റമുണ്ട്. എങ്ങനെയുണ്ട്? പേരെന്തുവാ? രാജി. സ്ഥലം എവിടാ? കുന്തന്താനം. ഇവിടെ വരുന്നതിന് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര വേദന, നീരും ഒക്കെ ആയിരുന്നു. ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? മാറ്റമുണ്ട്, നല്ല കരിഞ്ഞു. പൈസയൊക്കെ കൂടുതലായിട്ടായിട്ടുണ്ടോ? ഇല്ല, കുറച്ചായിട്ടുള്ളൂ. മറ്റുള്ള ഹോസ്പിറ്റലിനേക്കാളും കുറവാണ്. ഇതൊന്ന് കാണേണ്ട സംഭവം തന്നെയാണ്. കാരണം ആദ്യം വന്നത് ഫോട്ടോയിൽ കാണിക്കാം, ഇപ്പോഴുള്ളതെന്ന് കാണിക്കാം. ഒന്ന് കാണിച്ചു ചേച്ചി. ഇത് കണ്ടോ, ഇത്രയും ഭാഗം കൃത്യമായിട്ട് പഴുത്ത് ഇത് നോക്ക്. ഈ ഒരു സൈഡ് തൊട്ട് താഴെ വരെ മൊത്തമാണ്. ഇതിന് ആദ്യത്തെ ഫോട്ടോ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര മാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ പ്രശ്നം വല്ലതും ഉണ്ടോ? ഇല്ല, ഇപ്പൊ കുഴപ്പമൊന്നും. എത്ര നാളായി ഇപ്പം? ഒരു 1.5 മാസം ആയതേ ഉള്ളൂ. 1.5 മാസം ആയതേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല ഇപ്പൊ. ഇല്ല. അപ്പൊ ഇതൊക്കെ നേർക്കാഴ്ചകളായി കാണുന്നതൊക്കെ. നമ്മളിപ്പം കാല് കണ്ടല്ലോ ചേച്ചിയുടെ. ഇത് കണ്ടോ, ഇത് ആദ്യത്തെ സ്റ്റേജാ. ഇത് കണ്ടോ, ഇത്ര അതായിട്ട് എന്ന് പറഞ്ഞാൽ അത്ര പഴുത്തിരിക്കുന്ന സംഭവമാണ്. എത്ര മാസം എടുത്ത് ചേച്ചി ഇത് മാറാൻ? ഇപ്പൊ 1.5 മാസം കൊണ്ട്. 1.5 മാസം കൊണ്ടാണ് ഇത് മാറിയത്. കാരണം ഈ വെരിക്കോസ് ഇല്ലാത്തവർ വളരെ കുറവാണ് എല്ലാ സ്ഥലങ്ങളിലും. അപ്പൊ ഇതുപോലെ തന്നെ ഇതിനെക്കാട്ടിലും കൂടുതലായിട്ട് വരുന്നവരുണ്ട്. അപ്പൊ അതിനൊക്കെ വലിയൊരു പരിഹാരം തന്നെ ഇവിടെ. ഡോക്ടർ, ഇതിപ്പോ എത്ര നാൾ എടുത്തായിരുന്നു? 1.5 മാസം. അപ്പൊ പറഞ്ഞത് കറക്റ്റ് 1.5 മാസം. ചേച്ചി 2 വട്ടം ഇവിടെ വന്നു. 2 വട്ടം കൊണ്ട് മാറി. 2 പ്രാവശ്യം വന്നുള്ളൂ. 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുള്ളൂ ഇത്രയും മാറാൻ വേണ്ടി വന്നിട്ടുള്ളൂ. ഫസ്റ്റ് വന്നപ്പോ 15 ദിവസത്തെ മെഡിസിനും ട്രീറ്റ്മെന്റും നമ്മൾ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞു നല്ല സുഖമായി കഴിഞ്ഞ് വീണ്ടും ഒരു 15 ദിവസത്തേക്ക് മെഡിസിൻ ഇപ്പൊ കൊടുത്തേക്ക. 1.5 മാസം കൊണ്ട് ഇത്രയും വലിയ കേസിനൊന്നും ഇവിടെ കിടക്കേണ്ട കാര്യമില്ല. ഇല്ല. ചേച്ചി പോയി വന്നായിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന എങ്ങനെയുള്ള ഈ വെരിക്കോസിനൊക്കെ എങ്ങനെയുള്ള ട്രീറ്റ്മെന്റാ? നമുക്ക് വെരിക്കോസിന് 2-3 തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഇവിടെ ചെയ്യുന്നുണ്ട്. നമുക്ക് ലീച്ച് തെറാപ്പിയും ചെയ്യുന്നുണ്ട്. പിന്നെ സിരാവേദം എന്ന് പറഞ്ഞ് നമ്മുടെ വെയിനിൽ നിന്ന് ബ്ലഡ് കുത്തിക്കളയുന്നുള്ള അങ്ങനെയും നമ്മൾ ചെയ്യുന്നുണ്ട്. അതൊക്കെ അങ്ങനെ ചെയ്യുന്നവർക്കാണെങ്കിൽ വന്ന് ചെയ്തിട്ട് തിരിച്ചു പോകാൻ പറ്റും. പിന്നെ കുറെ നാളുകളുള്ള വെരിക്കോസ് ആണെങ്കിൽ 2-3 സിറ്റിംഗ് ഒക്കെ നമുക്ക് ലീച്ചും സിരാവേദവും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. ഇത് വെരിക്കോസ് അൾസർ ആയിട്ട് മാറിയായിരുന്നു. അപ്പൊ ശരിക്കും വെരിക്കോസിന് നല്ല പരിഹാരമുണ്ട് ഇവിടെ. ഇപ്പൊ നമ്മൾ ഇവിടെ കിടത്തി ഒട്ടും വയ്യാതെ വന്ന ഒരാളാണ്. എങ്ങനെയുണ്ട് ഇപ്പം? നല്ല പെർഫെക്റ്റ് ആയി. എത്ര സമയം എടുക്കുക? 2 മിനിറ്റ് 3 മിനിറ്റ്? 3 മിനിറ്റ് പോലും എടുത്തില്ല. 3 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. സ്ഥലം എവിടെയായിരുന്നു? എന്റെ സ്ഥലം നിരണം. പേര്? എന്റെ പേര് ദാസ്. എന്ത് പ്രശ്നമായിട്ടാ വന്നത് ഇവിടെ? എനിക്ക് നടക്കാൻ വയ്യാതെ കമ്മറിന് ഭയങ്കര ഒരു വിലക്കം മതി വന്നതാണ്. നടക്കാൻ വയ്യാതെ എനിക്ക് കുനിയാൻ വയ്യാതെ ഇല്ലായിരുന്നു. എവരിത്തിങ് ഗുഡ്. നമസ്കാരം ചേച്ചി. പേര്? നമസ്കാരം, എന്റെ പേര് സുജാത എന്നാ. അപ്പൊ എന്തായിട്ടാ വന്നത് ഇവിടെ? എനിക്ക് പെടലി തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, തോളിന് വേദനയുണ്ട്. ഇപ്പൊ നമുക്ക് കറക്റ്റ് ചെയ്യാൻ നോക്കാം. എങ്ങനെയുണ്ട്? ഒന്ന് തിരിച്ചേ, നല്ല വൃത്തി തിരിച്ചേ.
ബാക്കി നിൽക്കുന്ന ആളെ നല്ലതായിട്ട് കാണാൻ പറ്റത്തില്ല ഇപ്പം ഇല്ലയോ? ഇത് നിങ്ങൾ നേർക്കാഴ്ചകളാണ്, നമ്മളൊന്നും അല്ലാതെ പറയുന്നതല്ല. ദേ 2 പേരെയാണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. 2-3 മിനിറ്റ്. സ്ഥലം എവിടായിരുന്നു? നിരണോ? അതെ അതെ, ഞങ്ങള് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. ഓക്കെ 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 ഓക്കെ. ഭയങ്കര സന്തോഷം, എന്താ പറയണ്ടേന്ന് അറിയില്ല കേട്ടോ. കണ്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഇപ്പൊ അനുഭവം ഞങ്ങൾ അറിഞ്ഞു വന്നത് ഇവിടെ വന്നാൽ പെട്ടെന്ന് വേദന മാറ്റി വിടുന്ന. ഇതിപ്പോ നേരിട്ട് നേർക്കാഴ്ചകളാണ്, കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുക. നമ്മളിപ്പോ കുറച്ച് പരിപാടികൾ കണ്ടായിരുന്നു. നമുക്ക് ആ വൈദ്യനെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം ഉണ്ട്. നമുക്ക് ഈ മൈക്ക് അങ്ങോട്ടൊന്ന് വെക്കാം. കുറെ കേട്ടിട്ടുണ്ട്, നല്ല കുറെ ആൾക്കാർ അനുഭവം കൊണ്ട് വന്നതാണ്. പക്ഷെ നേരിട്ട് ഇപ്പൊ കാണാൻ പറ്റി നല്ല രീതിയിൽ. പിന്നെ ഒത്തിരി കാര്യങ്ങളില്ലേ, ഇവിടെ 3 നേരം ആഹാരമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അതുപോലെ 4 നേരം കൊടുക്കുന്നുണ്ട്. 4 നേരം കൊടുക്കുന്നുണ്ട്. 3 നേരം 4 നേരം. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ റൂമിന് റെന്റില്ല. ഞങ്ങളുടെ ട്രസ്റ്റ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചതീർത്ഥ എന്ന് പറഞ്ഞ ട്രസ്റ്റാണ്. ഡോക്ടർ ജി ജയചന്ദ്രരായന്റെ ട്രസ്റ്റ്. അദ്ദേഹമാണ് ഇത് എല്ലാം ഫ്രീ ആയിട്ട് തരുന്നത്. അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ വരുന്ന രോഗികളുടെ മരുന്നിന് മാത്രമേ പൈസ ഉള്ളൂ. ഇപ്പൊ ഇതേ ചെയ്തതിന്റെ ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല, ഇതൊന്നും മേടിക്കാറില്ല. ഇങ്ങനെ ചെയ്യുന്നതിന്റെ മരുന്നിന്റെ മാത്രം പൈസയാണ് മേടിക്കുന്നത്. കാണേണ്ട ഒരു സംഭവമാണ്. കുറെ ആൾക്കാർ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ശരിക്കും ഇദ്ദേഹത്തെ പരിചയപ്പെട്ടതിൽ ഒരു ഒത്തിരി സന്തോഷമുണ്ട്. നമസ്കാരം. പേര്? എന്റെ പേര് ഷൈൻ. സ്ഥലം? പന്തളം കുളനട. പന്തളം. നമ്മുടെ നാട് തന്നെ. അപ്പം എന്തോ ആയിട്ടാ വന്നേ? എനിക്ക് തീരെ വയ്യാഞ്ഞിട്ടായിരുന്നു വന്നത്. എന്റെ നടു വെട്ടി എനിക്ക് ഡിസ്കിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. നിവർന്നിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പം നല്ല വ്യത്യാസമുണ്ട്. എത്ര ദിവസമായി വന്നിട്ട്? ഇപ്പൊ 4 ദിവസം കഴിഞ്ഞു. ഇത് ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു 16ഓളം റൂമുകളുണ്ട് ഇവിടെ. അപ്പൊ എല്ലാവരെയും നമുക്ക് കാണാൻ പറ്റത്തില്ല, കുറച്ച് പേരെ നമുക്ക് കാണാം. കാണാം, അവരുടെയൊക്കെ അനുഭവം നമുക്കറിയാം. നമുക്കൊരാളെ പരിചയപ്പെടാം. നമസ്കാരം ഉണ്ട്. പേരെന്തായിരുന്നു? പേര് സുനിൽ. പുന്നപ്ര. എന്ത് പറ്റിയതാ? ഞാൻ കെട്ടിടത്തിന്റെ മേളിൽ നിന്ന് വീണതാണ്. 2 നില തറ വീണതാണ്. പിന്നെ എനിക്ക് നട്ടലിനാണ്. ഇപ്പൊ ഒരു 9 വർഷമായിട്ട് കിടപ്പായിരുന്നു. 9 വർഷമായിട്ട് കിടപ്പായിരുന്നു. ഇപ്പം പിന്നെ ഞാൻ ഇവിടുത്തെ വീഡിയോ ഉണ്ടായിരുന്നു. വീഡിയോ ഉണ്ട്. അങ്ങനെ സാറിന്റെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇവിടെ വന്ന് സാറിനെ പരിശോധിച്ചു നോക്കി പിന്നെ അതായത് സംഭവം റെഡിയാക്കി തരാന്ന് പറഞ്ഞു. ഇത്ര 4 മാസം കൊണ്ട് റെഡിയാക്കി തരാന്ന് പറഞ്ഞു. ഇപ്പൊ നല്ല മാറ്റമുണ്ട് കേട്ടോ. നല്ല മാറ്റമുണ്ട്. എഴുന്നേക്കാൻ പറ്റുന്നു. നല്ല മാറ്റമുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഫുഡൊക്കെ ഇവിടെ ഫ്രീ ആയിട്ട്? ഫുഡും റൂമും എല്ലാം ഫ്രീയാ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ കറക്റ്റ്. ആദ്യം ഞാൻ പറഞ്ഞായിരുന്നു ഫുഡും അതുപോലെ റൂമും ഫ്രീ ആന്നുള്ളത്. അപ്പൊ എഴുന്നേക്കൊക്കെ പറ്റുമോ? പതുക്കെ എഴുന്നേക്കാൻ പറ്റും. ഇത് കണ്ടോ, കിടന്ന് ഒട്ടും അനങ്ങാൻ പറ്റാത്ത ആളാ. എഴുന്നേറ്റ്. ചേച്ചി നേരത്തെ ഒട്ടും പൊക്കത്തില്ലായിരുന്നു. നടു അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. ഒട്ടും പൊക്കത്തില്ലായിരുന്നു. ഇവിടെ വന്നേ പിന്നെ ഇങ്ങനെ റെഡിയായത്. 2 നിലയുടെ മുകളിൽ നിന്ന് വീണേ ചെറിയ കാര്യമല്ല. 2 നിലയുടെ ഹൈറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നല്ല വിശ്വാസമുണ്ട്. സാർ ഇവിടുന്ന് ഞങ്ങളെ നടത്തി വിടുമെന്ന് നല്ല വിശ്വാസമുണ്ട്. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ. അപ്പൊ വേറെ എന്തൊക്കെയുണ്ട്? നമ്മള് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. 6 പഞ്ചകർമ്മ റൂംസ് ഉണ്ട് നമുക്ക് ഇവിടെ. ലേഡീസിന് 3 ജെന്റ്സിന് 3 അങ്ങനെ സെപ്പറേറ്റ്. ലേഡീസിന് ലേഡീസ് തന്നെ ചെയ്യത്തുള്ളൂ, ജെന്റ്സിന് ജെന്റ്സ് തന്നെ ചെയ്യത്തുള്ളൂ പഞ്ചകർമ്മ. നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. പേര്? രവീന്ദ്രൻ. എന്തായിട്ടാ വന്നേ ഇവിടെ? എനിക്ക് സ്ട്രോക്ക് ആയിട്ട് ഞാൻ 2 വർഷമായിരുന്നേ. അപ്പോൾ വേറെ ഹോസ്പിറ്റലിൽ കണ്ടുകൊണ്ടിരുന്നതായിരുന്നു. അപ്പോൾ ആ സ്ട്രോക്കിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാറിക്കഴിഞ്ഞാലും കൈക്കും കാലുമൊക്കെ ഭയങ്കര പിടുത്തമൊക്കെ ആയിരുന്നു. ഒരു സൈഡ് സൈഡ് ഉണ്ടല്ലോ, സൈഡ് ഞമ്മല്ലോ നേരെ പകുതി നമ്മളൊരു ഡെഡ് ബോഡി പോലെ. ഈ ഒരു പകുതി സ്ഥലം ഒന്നും പ്രവർത്തിക്കത്തില്ല. നമുക്ക് കാണുമ്പോൾ കാണാൻ ഫീൽ ചെയ്യുമല്ലോ. ഇറങ്ങി കുഴപ്പമില്ല. ഒരു സൈഡ് മൊത്തം തളർന്നു പോയതാണ്. മാത്രമല്ല സൗണ്ടിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ശബ്ദം പോയായിരുന്നു, കാഴ്ച പോയായിരുന്നു. അതൊക്കെ പെട്ടെന്ന് വന്നായിരുന്നു. സൗണ്ടും എന്നെ തിരിച്ചു കിട്ടി, അതുപോലെ കാഴ്ചയും കറക്റ്റ് ആയി. കാഴ്ചയൊക്കെ പെട്ടെന്ന് കിട്ടുമായിരുന്നു. സൗണ്ടിനും ആദ്യമൊക്കെ നമുക്ക് ക്ലിയർ ആകൂലായിരുന്നു. നമസ്കാരം. പേര്? എന്റെ പേര് ഉഷ. സ്ഥലം? ഞാൻ കൊച്ചിക്കാരിയാണ്. ജോലി എന്തുവാ? ജോലി ഒരു അധ്യാപികയാണ്. കോളേജിൽ പഠിപ്പിക്കുന്നു. എന്ത് പറ്റിയിട്ടാ വന്നേ? എന്റെ നെർവിനൊരു ഡാമേജ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് സെൻസേഷൻ കുറവായിരുന്നു കാലില്. അതുപോലെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നിന്നേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റണില്ലായിരുന്നു കാല്. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ അത് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്, ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് നല്ലവണ്ണം. എന്നെ മാറ്റി തന്നിട്ട് വിടുവെള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. മാറ്റി തന്നിട്ട് വിടത്തുള്ളൂ. ഫുഡൊക്കെ ഇല്ല, ഫുഡൊക്കെ നല്ല ഫുഡ്. എല്ലാം റൂമിലെത്തും. റൂമിനും ഇല്ല. അപ്പൊ ഞാൻ ആദ്യം ഒരു വീഡിയോ പറഞ്ഞിരുന്നു,
ഫുഡും അതുപോലെ റൂമിനും പേയ്മെന്റ് ഇല്ലെന്ന് ഇവരെല്ലാം അനുഭവസ്ഥരാണ്, നേർക്കാഴ്ചകളായത്. അതെ അതെ, ഞാൻ അതിലൊരു ഡിമാൻഡ് വെച്ചിരുന്നു, എനിക്കൊരു സിംഗിൾ റൂം തന്നെ വേണം. കാരണം ഞാൻ അധ്യാപിക ആയതുകൊണ്ട് എനിക്ക് ക്ലാസ് ഒക്കെ എടുക്കണം. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്തു തന്നു. പിന്നെ ഫുഡൊക്കെ രാവിലെ എത്തും, ഉച്ചയ്ക്ക് എത്തും, വൈകുന്നേരം എത്തും. പിന്നെ നമ്മൾ ഇവിടെ ഇച്ചിരി മാറിയാണ് താമസിക്കണേ. അപ്പൊ നമ്മളെ ഇവിടുന്ന് വണ്ടിയെ കൊണ്ടുപോയി എല്ലാം ചെയ്ത് ഇവിടെ ഒന്നും അറിയണ്ട. അപ്പൊ എന്നെ മാറ്റി തന്നിട്ട് എല്ലാവരെയും വിടാറുള്ളൂ. എല്ലാവരും അങ്ങനെ തന്നെയാണ് വിടുന്നത്. ഡോക്ടർ, ഇവിടെ പിന്നെ അവധിയുള്ള ദിവസങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? അവധിയുണ്ട്. ഞായറാഴ്ച അവധിയാ, പിന്നെ വെള്ളിയാഴ്ച ഉച്ചവരെ 1 മണി വരെ ഉള്ളൂ. ഞായറാഴ്ച അവധിയാണ്, വെള്ളിയാഴ്ച ഉച്ചവരെ ഉള്ളൂ, ഉച്ച കഴിഞ്ഞില്ല. ഞായറാഴ്ച അവധിയാണ്. ബാക്കി എല്ലാ ദിവസവും 9 മണി തൊട്ട് 6 മണി വരെ. ബാക്കി എല്ലാ ദിവസവും 9 മണി തൊട്ട് 6 മണി വരെ. നിങ്ങൾ തീർച്ചയായിട്ടും വിളിച്ചിട്ട് തന്നെ വരണം. ഇതാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആയുധം കേട്ടോ. ഇവിടെ ഉള്ളത് ഏറ്റവും വലിയ ആയുധമാണ് ഒരു തോർത്ത്. അത് വലിയൊരു സംഭവം തന്നെയാണ്. കാരണം കിടന്നിട്ട് 2 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ് കൊണ്ട് ഒരാൾ കുഴപ്പമില്ല ഇറങ്ങി പോവാ. ഇതൊക്കെ ഞങ്ങളുടെ അനുഭവത്തിൽ തന്നെ വളരെ വളരെ റെയർ ആയിട്ടുള്ള അനുഭവങ്ങളാണ്. ഞാൻ എന്റേത് നട്ടലിന് സംബന്ധമായതും മുട്ടിന് സംബന്ധമായതും കാലിന് എല്ലാ അലൈൻമെന്റ്, അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിന് പ്രശ്നമായി വന്നാൽ ഓപ്പറേഷൻ പറയുന്നത് എന്ത്, ഞാൻ ഓപ്പറേഷൻ ഇല്ലാണ്ട് തന്നെ റെഡിയാക്കി വിടും. അതിനകത്ത് ഒത്തിരി ഡോക്ടേഴ്സും ഒത്തിരി ആൾക്കാർ വരാറുണ്ട്, മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് വരാറുണ്ട് ഇവിടെ. അന്ന് അങ്ങനെ ആളൊന്നുമില്ല, ആര് വന്നാലും നമ്മൾ റെഡിയാക്കി വിടും. മാത്രമല്ല വരുന്നവരെ പെട്ടെന്ന് റെഡിയാക്കി. പിന്നെ കൂടുതലായിട്ടുള്ള അവരെ ഫോളോ അപ്പ് ചെയ്യാൻ പറയും. ചിലവരെ ചികിത്സ വേണ്ടവരുണ്ട്, ചില കേസുകളിൽ ഒത്തിരി വർഷം 15-20 വർഷമായിട്ടുള്ളവരുണ്ട്. അപ്പൊ അവരെ ചികിത്സ വേണ്ടവരാണ് ചികിത്സ എടുത്തിട്ട് പോകാൻ പറയും. അല്ലാതെ നമ്മൾ കമ്പൽസറി ഒന്നും ആർക്കും പറയില്ല, കമ്പൽ ചെയ്യാറുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാൻ, നിങ്ങളുടെ രോഗം മാറണമെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇത് കൂടാതെ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്? ഇപ്പൊ വെരിക്കോസ് ഉണ്ട്, മുട്ടുവേദന, പെടലി വേദന, നടുവേദന, കൈകാൽ കഴപ്പ്, ഷോൾഡർ എല്ലാം ഉണ്ട്. ശ്വാസമുട്ടലിന് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ അലർജി പ്രോബ്ലം, അതുപോലെ തന്നെ സ്കിൻ ഡിസീസ് ആയിട്ട് വരുന്നവരുണ്ട്. പിന്നെ പല രോഗങ്ങളിലും വരുന്നവരുണ്ട്. അപ്പൊ എല്ലാവർക്കും അതിന്റെ രോഗത്തിന്റെ മുഹൂർത്തം അപ്പൊ കാഠിന്യം നോക്കിയ ശേഷം അതിന് ട്രീറ്റ്മെന്റ് എടുത്ത് ഡോക്ടർ കൊടുക്കും. ഈ 2 സൈഡിലും വണ്ടി നേരുന്ന ഇവിടെ ഇങ്ങോട്ട് കയറാൻ പറ്റാത്ത ഒരാളാണ് സാർ. ഇപ്പൊ ഒരു മുട്ടുവേദന ആയാലും പെടൽ വേദന ആയാലും ഇങ്ങനെ വരുന്നു, വന്നിട്ട് പെട്ടെന്ന് സാർ 2 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ് കൊണ്ട് റെഡിയാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ? അത് അവരുടെ ഓരോരുത്തരുടെ ജീവിതശൈലിയിലാണ് നമ്മളത് മാറ്റിയെടുക്കുക. അവരുടെ ജീവിതശൈലി ഏത് രീതി, ഇപ്പൊ ഒരാൾ വന്നു, അയാൾക്കുള്ള ട്രീറ്റ്മെന്റ് ചികിത്സ വേണമോ എന്നുള്ളത് നമ്മളത് നോക്കിയിട്ട് ചെയ്യാറുള്ളൂ. ചെയ്യും. ചിലപ്പോൾ 9 ദിവസം, 11 ദിവസം, 21 ദിവസം, ഇങ്ങനെ ഓരോ ദിവസങ്ങളുണ്ട്. പഴക്കമനുസരിച്ച് അതിന്റെ കാൽക്കുലേഷൻ നോക്കി അതിന് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് മാറ്റുക. മറ്റുള്ളവർക്ക് 49-50 ദിവസം പറഞ്ഞാൽ ഞങ്ങൾ ഒരു 9 ദിവസം, 10 ദിവസം അങ്ങനെയൊക്കെ പറയാറുള്ളൂ. നമ്മളിപ്പം ഒരു പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഇതല്ലല്ലോ. ഇതെന്നു പറഞ്ഞാൽ ഒരു ചാരിറ്റി. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ ജീവിതം, ഒരുപാട് ആൾക്കാർ വേദന കൊണ്ട് വരുന്നു, അവരെ വേദന ഇല്ലാണ്ട് മാറ്റി വിടുക. അതുകൊണ്ട് മാത്രമേ, വേറെ നമുക്ക് ഇതിനകത്ത് വേറെ ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഇപ്പൊ എല്ലാവർക്കും സമയക്കുറവാണ്. കാരണം 10 ദിവസം 11 ദിവസം ഒന്നും കിടക്കാൻ താമസം കുറവാണ്. അപ്പം വരുന്നവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് മാറിയിട്ട് പോവാം. പക്ഷേ ബാക്കി മരുന്നിലും കാര്യങ്ങളിലും അവർക്ക് വീട്ടിൽ പോയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ വിരിക്കോസിന്റെ ഒരു വലിയ സംഭവം അത്. കാരണം പഴുത്ത് പൊട്ടിയ ഒരു കേസ് 2 പ്രാവശ്യം വന്നുള്ളത് കേട്ടപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. പിന്നെ വൈദ്യുതി ഇവിടെ ഇപ്പോഴേ വരുന്ന ആൾക്കാര് ഇപ്പൊ കുറെ ദൂരെ നിന്നൊക്കെ വരുന്നത്, അവര് വരണ്ടേ എങ്ങനെ? ചങ്ങനാശ്ശേരി വന്നിട്ട് വരേണ്ടത്, ചങ്ങനാശ്ശേരി വന്ന പെരുന്ന എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉണ്ട്. പെരുന്ന ആലപ്പുഴയ്ക്കും തിരുവല്ലേക്കും തിരിയുന്ന ഒരു ജംഗ്ഷനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഷോപ്പ് ഉണ്ട്, അതിന്റെ പേര് CC ബേക്കറി. CC ബേക്കറിയുടെ അവിടെ വന്നിട്ട് നേരെ റൈറ്റ് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ പേരെന്തുവാ? ഹിമാലയ ആയുർവേദിക് റിട്രീറ്റ് സെന്റർ എന്നാ. CC ബേക്കറി തൊട്ട് പുറകിലാണ് സ്റ്റേ. നമ്മുടെ ഹോസ്പിറ്റൽ അവിടെ ഉണ്ട്. അപ്പൊ അവിടെ അന്വേഷിച്ചാലും ഇവിടെ വന്നെത്താം. നമുക്ക് വണ്ടി സൗകര്യം എല്ലാം ഉള്ളതാണ്. ഇത് ഈ പെരുന്ന ജംഗ്ഷനിൽ തന്നെയാണ്. ഇവിടെ വന്ന് ആരോട് ചോദിച്ചാലും മതി. മാത്രമല്ല ഈ വീഡിയോയ്ക്കകത്ത് തന്നെ നമ്പറുണ്ട്, കമന്റ് ബോക്സിൽ നമ്പറുണ്ട്. തീർച്ചയായിട്ടും വിളിച്ച് ബുക്ക് ചെയ്യുക. കാരണം പലർക്കും വിളിക്കുമ്പോൾ ഒരു ദിവസം ഇത്ര ബുക്കിംഗ് ആണ് എടുക്കുന്നത്. കാരണം 30-40 പേര് കൂടുതൽ ഇപ്പൊ എടുക്കുന്നില്ല. അതുപോലെ ഇവിടെ തിരക്ക് കൂടുതലാണ്. 100 പേരെ വരെ എടുക്കും, പക്ഷെ അത് ചില സമയത്ത് എടുക്കുന്നുള്ളൂ. 30-40 പേര് റെഗുലറായിട്ട് എടുക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് നല്ലത്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങളുടെ ടൈമിൽ വന്നിട്ട് തിരിച്ചു പോകാൻ പറ്റും.